ഹായ് ഗായ്സ്, ഞങ്ങളീ പോകുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൻകുളത്തിനടുത്തുള്ള കാവേരി എലിഫൻറ്റ് പാർക്കിലേക്കാണ്. അവിടെ നിന്ന് 100 രൂപയുടെ ടിക്കറ്റും എടുത്ത് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു വിശാലമായ പാർക്കിലേക്കാണ്. അവിടെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ലവ് ബേഡ്സിനെ ഇട്ടേക്കുന്ന ഒരു വലിയ കൂടാണ്. കിളികൾ പിന്നെ നമ്മുടെ വേദുട്ടൻ്റെ മെയിൻ വീക്ക്നെസ് ആണല്ലോ. ആപ്പ് തന്നെ വേദുക്കുട്ടൻ ചാടി ഇറങ്ങി നേരെ പോയി അവരുമായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കിളി നോ പറഞ്ഞതോടുകൂടി വേദുക്കുട്ടൻ മാളൂട്ടിയും വിളിച്ചിട്ട് ഒന്ന് തല കറങ്ങാൻ വേണ്ടി പോയി. എന്നിട്ട് ഞങ്ങൾ കറങ്ങിയ തല ഒന്ന് നിരങ്ങി അങ്ങ് റെഡിയാക്കി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രതിമയെ കണ്ടിട്ട് വേദുക്കുട്ടി എന്തോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തോ പിന്നെ ഒരു ടാങ്കിൽ 2 വലിയ മീനൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ആനകളുടെ അടുത്തേക്ക്. വേദുക്കുട്ടിയുടെ ചെണ്ടയൊക്കെ കുട്ടി തുടങ്ങിയിട്ടുണ്ട് ആനയെന്ന് കേട്ടപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ആനയുടെ അടുത്തെത്തി. ആനയുടെ അത്രയുള്ള 5 ആനകളുണ്ട് ഇവിടെ. ആനകളുടെ പുറത്ത് കയറി ഇവിടെ സവാരിയൊക്കെ നടത്താനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ സവാരി നടത്തിയില്ല. പേടിയൊന്നും ഉള്ളതുകൊണ്ടല്ല, ചെറിയൊരു ഭയം. കുറച്ച് നേരം ആനകളെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബേഡ്സിൻ്റെ മെയിൻ സെക്ഷനിലേക്ക്. അവിടെ പലതരത്തിലുള്ള ബേഡ്സും ഗിനിപ്പിഗും ഒക്കെ ഉണ്ട്. വേദുക്കുട്ടിക്ക് കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ യമൂനയായിരുന്നു. പിന്നെ ഈ ഒട്ടകപ്പക്ഷിയെ. പിന്നെ അവിടെ പലതരം ടർക്കി കോഴികളുണ്ട്, ആഫ്രിക്കൻ തത്തയുണ്ട്, പിന്നെ പേരറിയാത്ത വേറെ ഏതോ ഒരു കിളിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേദുക്കുട്ടൻ കുറച്ച് കുഞ്ഞിക്കിളികളൊക്കെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് കിളികളൊന്നും പേടിച്ചില്ല. പിന്നെ അവിടെ ഉള്ളത് കുറച്ച് വെറൈറ്റി ആടുകളാണ്. ആടുജീവിതത്തിൽ ആടല്ലേ അത്, ഇവനെന്താ ഇവിടെ? പിന്നെ കുറച്ച് മുയലുകളെയും കൂടെ കണ്ടിട്ട് ഞങ്ങൾ അവിടുത്തെ പാർക്കിലേക്ക് പോയി. പാർക്കിലെത്തിയ ഉടനെ വേദുക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ആനേനെ ചൂണ്ടുവിരൽ മർമ്മത്തിലങ്ങ് നിർത്തി. നമ്മുടെ വേദുക്കുട്ടിയോടെ കളി. കിട്ടിയ ഗ്യാപ്പ് മാളൂട്ടി മുതലാക്കി. നമ്മളൊക്കെ 90s കിഡ്സ് അല്ലേ, നമ്മുടെ ഒന്നും കുട്ടിക്കളി ഒരിക്കലും മാറില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലി കയറി കുറച്ച് നേരം റിലാക്സും ചെയ്ത് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്തായാലും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഫാമിലി ആയിട്ടൊന്ന് ചില്ല് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണത്.